നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളിക്ക് ഇഷ്ടപ്പെട്ട ശബ്ദവിന്യാസത്തിന്റെ ഉടമ നജീം അർഷാദ്, അദ്ദേഹത്തോടൊപ്പം നജീമിന്റെ ഭാര്യ. നജീമിന്റെ ജീവിതത്തിലേക്കും സിനിമ ആലാപന രംഗത്തേക്കും നമ്മൾ ഈ എപ്പിസോഡിലും പ്രവേശിക്കുകയാണ്. ഏത് പാട്ടാണ് നജീബ് ആദ്യ സിനിമയിൽ പാടിയത്? ഞാൻ ആദ്യം പാടിയത് മിഷൻ 90. വരട്ടെ ഒരാൾ. ബാപ്പയുടെ ആഗ്രഹം അവിടെയാണ് സഫലമാകുന്നത്. വരട്ടെ, അതിന് മുമ്പ് ഒരാൾ വരാനുണ്ട്. നജീബിനോട് ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, അത് പേഴ്സണലായിട്ട് ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള പല വ്യക്തികളും അനുഭവിച്ചിട്ടുള്ള ഒരു ഫീലിംഗ്. പലപ്പോഴും പലർക്കും ഉയർന്ന ഉയരങ്ങളിൽ നിൽക്കുന്ന പലരും താന്നു കിടക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊരു അവസ്ഥയിൽ ദൈവം അനുഗ്രഹിച്ചിട്ട് അങ്ങനെ വരാതിരിക്കട്ടെ എനിക്കെന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ സപ്പോസ് ഞാൻ അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുകയാണ്, നജീബിൻ്റെ ഒരു പാട്ടുകൊണ്ട് നജീബ് അപ്പോഴത്തേക്കും ദാസേട്ടൻ്റെ ആ ഒരു ലെവലിലൊക്കെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ കിട്ടാത്തൊരു ലെവലിലൊക്കെ നജീബ് നിൽക്കുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നതെന്നും, ആ സമയത്ത് എന്നെപ്പോലുള്ള ഒരാൾ നജീബിനെ വിളിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഒരു പാട്ടുണ്ടെങ്കിൽ ഈ പടത്തിനത് ഉപകാരമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിൽ യു ഡു ഇറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്? ഉറപ്പല്ലേ? സാറിന് എത്ര പാട്ട് വേണം? ഞാനൊന്നും അങ്ങനെ ഡിമാൻഡ് വെക്കാറില്ല. ഒരു പാട്ടും അങ്ങനെ അവർ തരുന്നത് എന്താണോ അത് തന്നെ സ്വീകരിക്കുകയുള്ളൂ. എന്നും സാറിനോട് തന്നെ എല്ലാവരും നജീബിന്റെ ഹൃദയത്തിലാണ് പിടിക്കുന്നത്, അല്ലേ നജീബ്? പ്രശ്നമാക്കും അയ്യോ. ഈ നജീബ് ഇങ്ങനെ ഈ ചാനലുകളിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു, സ്റ്റേജ് ഷോസിലൊക്കെ ഇങ്ങനെ തിളങ്ങുന്നു, ചുവടൊക്കെ വെച്ചിട്ട് പാടുന്നു. ലാലേട്ടനെ പോലെ ഒന്ന് ചെരിഞ്ഞിട്ടൊക്കെയാണല്ലോ നജീബ് നിൽക്കുന്നത്, അങ്ങനെയല്ലേ? അല്ലേ? ഒരു ചെരുവില്ലേ? ഒരു മോഹൻലാലിന്റെ ഒരു ചെരുവുണ്ട്. മോഹൻലാലിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ അവനറിയാം. എടുക്ക്, ബൈക്ക് എടുക്ക്. എന്താണ് മോളെ ദിനേശ, നിനക്ക് സുഖാണോ? അയ്യോ. പക്ഷെ ഈ നജീബേ, എടോ കിക്കി, നീ വിചാരിക്കുന്നേക്കാളും വലിയ പ്രതിഭാസമായത് നജീബ്. ഇവിടെ ഒന്നും നിൽക്കില്ല. ഞാൻ വേറെ രംഗം കാണിച്ചു തരാം, വരട്ടെ. രണ്ട് മുദ്ര കാണിച്ച് വേണ്ടത്. ഓക്കെ, റെഡി? 1 2 ഓക്കെ. മുഖം മുഖം വേണ്ട, അത് ചായ ഇടണം. അതിൽ പച്ച ചായ ഒക്കെ ഇട്ടിട്ടല്ലേ. അങ്ങനെ വലിയൊരു പ്രതിഭാസമാണിത്. ഈ വലിയൊരു പ്രതിഭാസത്തെയാണ് കിക്കിയുടെ കയ്യിലേക്ക് ഇട്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു അമ്പരപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഇപ്പം സത്യം പറഞ്ഞ നീ ഈ ആതിരാത്രി കഴിഞ്ഞെങ്കിൽ പോലും ഇത്രത്തിൽ ഇത് ഈ രൂപത്തിലുള്ള ഒരാളാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നില്ല, അല്ലേ? ഈ JB ജംഗ്ഷനിൽ വന്നിരുന്നപ്പോഴല്ലേ ഇപ്പൊ സംഭവം മനസ്സിലായത്. ഇതൊക്കെ അറിയാമായിരുന്നു ഇതിന്റെ ഒരു ചെറുതായിട്ട് കണ്ടോ? അതായത് സ്വന്തം ഭർത്താവിനെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി JB ജംഗ്ഷനിൽ വരേണ്ട വന്നു ഈ കുട്ടിക്ക്. രണ്ടാമത്തെ ദിവസം ഞാൻ തുള്ളല് കളിച്ച് കാണിച്ചു കൊടുത്തു. അവന് കാണിച്ചു കൊടുത്തു. പിന്നെ ആ തുള്ളൽ എന്താന്നുള്ള കാര്യം ആ കുട്ടിയെ തട്ടവിട്ട് മറച്ചപ്പോ എനിക്ക് മനസ്സിലാക്കി. എവിടെയൊന്നുമില്ല, ഞാന് ചേട്ടന്റെ പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കഥ എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലി നായകനായിട്ടുള്ള. അപ്പോ ഞാൻ പാടിയത് പാട്ട് വഴിയുള്ള. ഏത് പാട്ടാ പാടിയത്? അത് 2 സോങ് ഉണ്ട്. വെറുതെ പഠിച്ചു 2 വരി. അപ്പൊ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു, എന്തെങ്കിലും നമുക്ക് വാഗമണ്ണ് ഒരു ഷൂട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ അവിടെ വന്ന് വരാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഞാൻ ആ ഒരു ഇതിലാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് കുറച്ച് ഡയലോഗ് പറഞ്ഞു തന്നിട്ട് ഇത് നീ പറയണോ. ഭയങ്കര സർപ്രൈസ് ആയിപ്പോ. ഞാൻ പറഞ്ഞ ചേട്ടാ, എനിക്ക് പറ്റാത്ത പരിപാടിയാണ്, നല്ലതായിട്ട് ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പടമാണ്, ഇനി ഇത് എന്റെ മുഖം കൂടെ കാണിച്ചിട്ട് വെറുതെ എന്തിനാണ്. പക്ഷെ ചേട്ടൻ പറഞ്ഞത് കുഴപ്പമില്ല, നിനക്ക് പറ്റും. അങ്ങനെ ഞാൻ ചെയ്തു പോയത് ഒരു സിനിമ ചെയ്തു പോയൊരു പാതകമാണ്. അതെ, പാതകം. അതെ. ചേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്.
അത് ഡെഫിനറ്റ്ലി ഉമ്മയും നമ്മളെല്ലാരെയും കോളുകളിലെ എണ്ണം കുറഞ്ഞു ഉമ്മ. കോളില്ല, ഉമ്മ എപ്പോഴും ഉണ്ടല്ലോ കൂടെ. പിന്നെന്താണ്, ചില ആൾക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളെ അങ്ങോട്ട് ചെറുതായിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കിക്കിയാണ്. ഉമ്മ എപ്പോഴും വേണം കൂടെ, എപ്പോഴും നമ്മൾ അറിയോ ഈ മെസ്സേജുകൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ്.